Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്ക് സൂറത്തു അൽ-അൻആം ആണ് തുടങ്ങേണ്ടത്. തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഞാൻ വിചാരിച്ചിരുന്നു എല്ലാവരോടൊന്ന് അഭിപ്രായം ചോദിക്കണം, തുടരണോ വേണ്ടേ, താല്പര്യമുണ്ടോ ഇല്ലേ. ഒരു മടുപ്പ് വരുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിർത്താം, അങ്ങനെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു ഖുർആൻ ക്ലാസ് ഉണ്ട്, എന്നിട്ടേ പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ വലിയൊരു എന്താവട്ടെ. ആയിക്കോട്ടെ, നമ്മൾ സൂറത്തു അൽ-അൻആം അൻആം എന്ന് പറഞ്ഞാൽ നഅമുൻ എന്നുള്ളതിൻ്റെ ബഹുവചനാണ്. നഅം എന്ന് പറഞ്ഞാൽ അതേന്ന് പറഞ്ഞൊരു നഅമുണ്ട്. നഅമുൻ എന്ന് പറഞ്ഞാൽ നാൽക്കാലി എന്നാണ് അർത്ഥം. നാൽക്കാലികൾ. ഇതിൽ നാൽക്കാലികളെ സംബന്ധിച്ച് അറബികൾക്ക് ജാഹിലിയത്തിൻ്റെ ആ കാലത്ത് അവർക്കൊരു ആചാരം, ചില മൃഗങ്ങൾ ഹറാമാണ്, ചിലത് ഹലാലാണ്. വളർത്തു മൃഗങ്ങളിൽ തന്നെ നേർച്ചയാക്കിയിട്ടുള്ളത് മനുഷ്യർക്ക്, ചിലർക്ക് ആണുങ്ങൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ, പെണ്ണുങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല, പുരോഹിതന്മാർക്ക് കഴിക്കാൻ പറ്റുള്ളൂ, നാട്ടുകാർക്ക് കഴിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ചില ആചാരങ്ങൾ, ചില അനുഷ്ഠാനങ്ങൾ, ചില നേർച്ചകൾ, വഴിപാടുകളൊക്കെ അവർക്കിടയിൽ വല്ലാതെ ഇങ്ങനെ കൂടി വരുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വിഷയത്തിൽ കൃത്യമായൊരു മാർഗ്ഗനിർദ്ദേശം നൽകുന്ന പരാമർശം ഈ സൂറയിൽ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന് സൂറത്ത് 136 മുതൽക്കുള്ള ആയത്തുകളിലാണ് ആ പരാമർശം വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിന് അൻആം എന്ന് പേര് കിട്ടിയിട്ടുള്ളത്. നഅമുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അൻആം. നഅമുൻ എന്ന് പറഞ്ഞാൽ നാൽക്കാലി, ആട്, മാട്, ഒട്ടകം, അതിനാണ് നഅമ് എന്ന് പറയുക. അതിൻ്റെ ബഹുവചനമാണ് അൽ-അൻആം. അൽ-അനാഈം എന്നതിൻ്റെ ബഹുവചനമായിട്ട് പദമുണ്ട്. 165 ആയത്തുകളാണ് ഇതിലുള്ളത്. 165 ആയത്തുകൾ. ഞാൻ ഒരായത്ത് ഓതിയിട്ടൊന്ന് അർത്ഥം പറയാം, വിശദീകരണം നമുക്ക് അടുത്ത ദിവസമാക്കാം. ഇതിനാമുഖമായി ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് وجعل الظلمات والنور ثم الذين كفروا بربهم يعدلون. അൽഹംദുലില്ലാഹ്. തുടക്കം വളരെ ഗംഭീരം എന്ന് പറയാം, മനസ്സിൽ തട്ടുന്ന. അൽഹംദുലില്ലാഹ് അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ. ആകാശഭൂമികളെ പടച്ചവനായ അല്ലാഹുവിന് സകല സ്തുതിയും സർവസ്തുതിയും. വജഅലൽ ളുലുമാതി, അവനാണ് ഇരുട്ടുകളെ നിശ്ചയിച്ചുണ്ടാക്കിയത്. വന്നൂർ, വെളിച്ചത്തെയും. സുമ്മ, പിന്നെ അല്ലദീന കഫറു, കാഫിറുകൾ, നിഷേധിച്ചവർ, ബി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിനെ ബി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിനെ കൊണ്ട് യഅദിലൂൻ, സമന്മാരെ സ്വീകരിക്കുന്നു, തുല്യന്മാരെ സ്വീകരിക്കുന്നു, സമന്മാരെ സ്വീകരിക്കുന്നു. അദിൽ പറഞ്ഞാൽ നീതി എന്നാണല്ലോ. നീതി പറഞ്ഞാൽ എന്താ, ഒരു സമത്വം വ്യവസ്ഥ ഉണ്ടാക്കുകയാണല്ലോ. സമത്വം എന്ന് പറഞ്ഞുകൂടാ, നീതിയും സമത്വവും രണ്ടും രണ്ടാണ്. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ച് സമന്മാരെ ഉണ്ടാക്കുന്ന ഒരു നിലപാട് അവർക്കുണ്ടായിരുന്നു. അഥവാ ഷിർക്ക്, അതാണ് ഷിർക്ക് ചെയ്തിരുന്നു എന്നാണ്. അള്ളാഹുവിനെ സമന്മാരെ സ്വീകരിച്ചിരുന്നു. ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത അള്ളാഹുവിനെ, അതാണ് ഒന്നുകൂടി അർത്ഥം പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ വിശദീകരിക്കാം. അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർദ. അതിൻ്റെ അർത്ഥം അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ? അൽഹംദുലില്ലാഹിന് എല്ലാവർക്കും അർത്ഥം അറിയില്ലേ? അല്ലദീ ഖലഖസ് സമാവാതി, ആകാശങ്ങളെ പടച്ചവനായ, വൽ അർദ, ഭൂമിയെയും. വജഅലൽ ളുലുമാതി, ളുലുമത്ത് പറഞ്ഞാൽ എന്താണ്? ഇരുട്ട്. വജഅല പറഞ്ഞാൽ ഉണ്ടാക്കി, അൽ ളുലുമാതി, ഇരുട്ടിനെ, വന്നൂറ, വെളിച്ചത്തെയും. സുമ്മല്ലദീന കഫറു, പിന്നെയും നിഷേധിച്ചവർ, ബി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിനെ കൊണ്ട് യഅദിലൂൻ, സമന്മാരെ ഉണ്ടാക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ വിശദീകരിക്കാം. പിന്നെ വാക്കർത്ഥം പറഞ്ഞു, നഅം എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അൻആം. അത് എൻ്റെ ഈ ബഹുവചന അനായി എന്ന് ഉപയോഗിക്കാറുണ്ട്. നാൽക്കാലികൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ആട്, മാട്, ഒട്ടകവർഗത്തിൽ വരുന്ന ജീവികൾക്കാണ് സാധാരണ, വന്യമൃഗങ്ങൾക്കല്ല. ആട്, മാട്, ഒട്ടകം നമ്മൾ വളർത്തുന്ന
ഈ വർഗത്തിൽ വരുന്ന ജീവികൾക്ക് പൊതുവായി പറയുന്ന ജന്തുക്കൾക്ക് പൊതുവായി പറയുന്ന പേരാണ് അൽ അൻആം. ഇത് മക്ക ജീവിതത്തിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതം 53 വയസ്സ് വരെയാണ്. നമുക്കറിയാം 53ാമത്തെ വയസ്സിൽ അദ്ദേഹം ഹിജ്റ പോവുകയാണ്. ആ മക്ക ജീവിതത്തിൻ്റെ ഏകദേശം അവസാനത്തിലാണ് ഇതിൻ്റെ അവതരണം എന്നാണ് പണ്ഡിതന്മാർ ഇതിലെ പരാമർശങ്ങളൊക്കെ നോക്കിയിട്ട് പറഞ്ഞിട്ടുള്ളത്, വിശദീകരിച്ചിട്ടുള്ളത്. സൂറത്തുൽ അൻആം അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുംലത്തൻ. അസ്മാ ബിൻതു യസീദ് എന്ന് പറയുന്ന ഒരു മഹദി, അവർ യഥാർത്ഥത്തിൽ അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. മദീനയിലാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. എങ്കിലും ഇസ്ലാമിൻ്റെ വിവരങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ട് മദീനയിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനും അദ്ദേഹത്തോടു കൂടി അല്പസമയം കഴിച്ചു കൂട്ടാനും മക്കയിലേക്ക് വന്നതാണ്. പിന്നെ അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ അസ്മാ ബിൻത് യസീദ് എന്ന് പറയുന്ന മഹദി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണ്, ഒട്ടകത്തിനൊരു കയറുണ്ടാവുമല്ലോ, അത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അവർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിൻ്റെ പുറത്താണ്. അപ്പോഴാണ് സൂറത്തുൽ അൻആം അവതരിപ്പിക്കപ്പെടുന്നത്. ഈ സൂറത്തുൽ അൻആം അവതരിപ്പിക്കപ്പെടുമ്പോൾ ഇൻ ഖാദത്ത് മിൻ സിഖലിഹാ ലതുകസ്സിറു ഇളാമൻ നാഖ, ഒട്ടകത്തിൻ്റെ കാലല് പൊട്ടിപ്പോകുമാറ് അതിന് ഭാരം അനുഭവപ്പെട്ട് ഒട്ടകം നിലത്ത് മുട്ടുമുട്ടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാരമല്ല വിഷയം, അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെടുന്ന വഹി. ഒട്ടകം എന്ന് പറഞ്ഞാൽ കരയിലെ ജീവികളിൽ ഏതാണ്ട് ഏറ്റവും ശക്തിയുള്ളവയിൽ പെട്ടതാണ്. ആനയും ഒട്ടകമൊക്കെ ഏറെ കരുത്തുള്ളൊരു ജീവിയാണല്ലോ. കാണാൻ അതിൻ്റെ മേൽ മാംസമൊന്നും വല്ലാതല്ല എന്ന് നമുക്ക് തോന്നുമെങ്കിൽ അതിനെ കാലിനൊക്കെ അസാധ്യമായ ശക്തിയാണ്. ഇങ്ങനെയുള്ള ഒരു ഒട്ടകം വഹയിറങ്ങുന്ന സമയത്ത് അത് താങ്ങാൻ കഴിയാതെ മുട്ടുകുത്തി ഒട്ടകത്തിൻ്റെ എല്ല് പൊട്ടിപ്പോകുമാറ് ഇൻഖാദത്ത് മിൻ സിഖലിഹാ ലതുകസ്സിറു ഇളാമൻ നാഖ, ഒട്ടകത്തിൻ്റെ എല്ല് പൊട്ടിപ്പോകുമോ എന്നിടത്തോളം എത്തി എന്ന് പറഞ്ഞാൽ വഹി കിട്ടുക, വഹി സ്വീകരിക്കുക എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശാരീരികമായി തന്നെ വലിയ ക്ലേശമുള്ള ഒരു പ്രക്രിയയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. സുബ്ഹാനല്ലാഹ്, ആ വഹയാണ് ഇപ്പം നമ്മൾ വളരെ ലളിതമായി ഒരു പ്രയാസമില്ലാതെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഗൗരവം, അല്ലാഹു തആല അവൻ്റെ കലാമ് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ ഒരു ഗൗരവം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുന്നതിന് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഖുർആൻ രേഖപ്പെടുത്തപ്പെട്ട ഏടുകൾ എടുക്കുമ്പോൾ തന്നെ പറയുമായിരുന്നു അത്രേ, ഹദാ കലാമു റബ്ബി, ഹദാ കിതാബു റബ്ബി, ഇതെൻ്റെ റബ്ബിൻ്റെ വാചകങ്ങളാണ്, വചനങ്ങളാണ്, ഇതെൻ്റെ റബ്ബിൻ്റെ നിയമങ്ങളാണ്. അത് പറഞ്ഞുകൊണ്ടാണ് ഓതാൻ തന്നെ തുടങ്ങുക. അപ്പോൾ നമ്മൾ ഈ ഖുർആൻ കയ്യിലെടുക്കുമ്പോൾ ഇത് എൻ്റെ നാഥൻ്റെ വചനങ്ങളാണ്, അതാണ് ഞാൻ വായിച്ച് ഓർമ്മ പുതുക്കാൻ പോകുന്നത് എന്ന ഒരു ബോധം നമ്മിലുണ്ടായിരിക്കണം. ഒരുപാട് അദബുകളുണ്ടല്ലോ ഖുർആൻ ഓതുമ്പോൾ. അതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ ഓതാൻ ഒരുങ്ങുമ്പോൾ ഒരുപാട് അദബുകൾ പാലിക്കേണ്ടതുണ്ട്. അതിൽ ആന്തരികമായി ബാഹ്യമായിട്ടുള്ള കുറേ അദബുകൾ നമ്മൾ സ്വീകരിക്കണം, ആന്തരികമായിട്ടുള്ള കുറേ അദബുകൾ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരാൾക്കാണ് ഖുർആൻ കൊണ്ട് പ്രയോജനം കിട്ടുകയുള്ളൂ എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഹയ്യായിൽ പ്രത്യേകം ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒക്കെ നമുക്ക് സാന്ദർഭികമായി പിന്നെ സൂചിപ്പിക്കാം. ഒട്ടകത്തിൻ്റെ എല്ലുകൾ പൊട്ടിപ്പോകുമാറ് ഭാരമുള്ളതായിരുന്നു എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ക്ലേശം അനുഭവിച്ചിരിക്കും. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, ഭാരമേറിയ വചനങ്ങളാണ് നാം താങ്കൾക്ക് ഇറക്കി തരുന്നത്. സൂറത്ത് മുസമ്മിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഖുർആൻ അവതരിപ്പിച്ചതൊരു മലയിലേക്കാണെങ്കിൽ അത് പൊട്ടിപ്പിളരും അല്ലേ. ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ഇതിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയുമാണ്. സൂറത്തു അൻആം ഒറ്റ തവണയായിട്ട് അവതരിപ്പിക്കപ്പെട്ടതാണ്, ഒറ്റ തവണയായിട്ട്. നിഷേധികൾ സാധാരണ ചോദിക്കുമായിരുന്നു, ലൗലാ നുസ്സില അലൈഹിൽ ഖുർആനു ജുംലത്തൻ വാഹിദ, എന്തുകൊണ്ട് ഖുർആൻ ഒരുമിച്ചാണ് ഇറക്കി കൊടുത്തുകൂടാ, എന്തിനാ ഇങ്ങനെ അല്പാൽപമായി ഇറക്കി കൊടുക്കുന്നത്, ഒന്നിച്ചാണ് കൊടുത്തൂടെ.
അതിന് മറുപടിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൻആം ഒരുമിച്ച് ഇറക്കി എന്നൊരു പരാമർശവുമുണ്ട്. അങ്ങനെ ഗണ്ണശ ഇറക്കിയത് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പാകത്തിലുള്ള നിയമങ്ങൾ എന്നുള്ള നിലക്കാണ്. അല്ലി നുസബ്ബിത ബിഹി ഫുആദക, അതാണ് അത് സംബന്ധമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. താങ്കളുടെ മനസ്സിന് ഒരു മനസ്സിനെ ഒന്ന് ഉറപ്പിച്ച് നിർത്താൻ. അത് അല്പാൽപ്പമുള്ള നിയമങ്ങളാണ് ജനങ്ങൾക്ക് സ്വീകരിക്കാൻ നന്നാവുക. എല്ലാം കൂടി ഒറ്റയടിക്ക് അങ്ങോട്ട് ചൊരിഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല എന്നതും അതിൻ്റെ ഒരു പ്രാധാന്യമായിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയി കിട്ടുമ്പോൾ എൻ്റെ കാലിൻ്റെ തൊട റസൂലിൻ്റെ കാലിൻ്റെ ചോട്ടിലായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ റസൂലിൻ്റെ കാല് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ടിരിക്കാൻ ചേർന്നിരിക്കാനൊക്കെ വല്ലാതെ താല്പര്യം കാണിച്ചിരുന്നവരാണ്. നമ്മളെ മാതിരി പരസ്പരം തൊടാതെയും തട്ടാതെയും ഇരിക്കാൻ വേണ്ടിയല്ല ശ്രമിക്കുക, പരസ്പരം തൊട്ടും ചേർന്നും ഇരിക്കാനാണ് അവർ. അതും റസൂലിനോട് ഏറ്റവും അടുത്തിരിക്കാൻ വല്ലാത്തൊരു താല്പര്യമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമുള്ള സഹാബികൾ റസൂൽ എവിടെയെങ്കിലും ഇരിക്കുന്നത് കണ്ടാൽ അദ്ദേഹത്തെ നോക്കിയിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കും, കാണാൻ വേണ്ടി, നോക്കിയിരിക്കാൻ വേണ്ടി. ഒരു സഹാബി റസൂലിൻ്റെ മുമ്പിൽ വന്നിട്ടാണ് കിടക്കും, എന്നിട്ട് റസൂലിൻ്റെ മുഖത്തേക്കും നോക്കി അങ്ങനെ ഇരിക്കും. എനിക്ക് കണ്ട് പൂതി കഴിഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് റസൂലിനോടുള്ള ഒരു സ്നേഹം, ഒരാദരവ്. റസൂലിൻ്റെ മുഖത്തേക്കും നോക്കി അങ്ങനെ കിടക്കുക. എനിക്ക് അദ്ദേഹത്തെ കണ്ടിട്ട് പൂതി തീരുന്നില്ല. ഇങ്ങനെയൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച് വരുന്നവരാണ് സഹാബികൾ റളിയല്ലാഹു അൻഹു. അപ്പോൾ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറയും, എൻ്റെ കാലിൻ്റെ തൊട ഒരിക്കൽ റസൂലിൻ്റെ കാലിൻ്റെ ചോട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് വഹയി ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പേടിയായി, കനം കൊണ്ട് എൻ്റെ കാലിൻ്റെ തൊടയിൽ പൊട്ടുകയാണോ. വഹയി ഇറങ്ങുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭാരം കൂടി വരുന്നു. എൻ്റെ കാലിൻ്റെ മുകളിലൂടെ റസൂലിൻ്റെ കാലുണ്ട്, അവർ ചേർന്നിരിക്കുന്നത് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. അപ്പോൾ എൻ്റെ കാലിൻ്റെ തൊട പൊട്ടിപ്പോകുമോ എന്ന് എനിക്ക് പേടി. അത്രത്തോളം ഭാരം കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ വഹയി എന്ന് പറയുന്ന അത്ഭുതം സംഭവിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൻ്റെ അവസ്ഥ സുബ്ഹാനല്ലാഹ്. 70,000 മലക്കുകൾ ജിബ്രീൽ അലൈഹിസ്സലാമയുടെ കൂടെ ഉണ്ടായിരുന്നു അത്രേ. സൂറത്തു അൻആമുമായിട്ട് അദ്ദേഹം റസൂലിൻ്റെ അടുക്കൽ വരുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 70,000 മലക്കുകളുടെ. ജിബ്രീൽ അലൈഹിസ്സലാം ഒറ്റക്കല്ല വരിക, അദ്ദേഹത്തിന് വലിയ ഒരു സംഘം. ചില സൂറയുടെ കൂടെ 80,000 മലക്കുകൾ, സൂറത്തുൽ ഫാത്തിഹയുടെ ഒക്കെ കൂടെ. മാഷാ. അപ്പം ഇങ്ങനെയൊക്കെയാണ് വഹയി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ശരി, വഹയി കിട്ടുന്ന എങ്ങനെയാണ് ഒക്കെ ഹദീസിൽ വ്യക്തമായി വന്നിട്ടുണ്ട് വഹയിനെ സംബന്ധിച്ചൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇതിൽ അൻആം എന്ന സൂറ ആ പേരിൽ തന്നെ ഇറങ്ങാനുള്ള ഒരു കാരണം ചില തരം അൻആമുകൾ ഹറാമാണെന്നും ചിലത് ഹലാൽ ആണെന്നുമുള്ള അറബികളുടെ വിശ്വാസത്തിൻ്റെ ഒരു ഖണ്ഡനം എന്നുള്ള നിലക്ക് കൂടിയാണ് ഇതിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ മക്ക ജീവിതത്തിൻ്റെ ഏതാണ്ട് അവസാനമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഖുറൈശികളുടെ എതിർപ്പ് അതിൻ്റെ പാരമ്യത്തിലെത്തുകയും ഇനി മുഹമ്മദിനെ വെറുതെ വിടാൻ പാടില്ല എന്നവർ തീരുമാനിക്കുകയും അവരെ കൊല്ലണം എന്ന് നമുക്കറിയാലോ. ദാറുന്നദുവയിൽ യോഗം കൂടിയിട്ട് ഇനി മുഹമ്മദിനെ വെറുതെ വിടാൻ പാടില്ല, അവനെ കൊല്ലല്ലാതെ യാതൊരു രക്ഷയുമില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു സന്ദർഭം. ഏകദേശം ആ സന്ദർഭത്തോടടുത്താണ് സൂറത്തുൽ അൻആമിൻ്റെ അവതരണം എന്ന് പറയപ്പെടുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ദിവസം പറയാം. അടുത്ത ദിവസം സൂറത്തു അൻആമിനെ നമുക്ക് ആദ്യം മുതൽ അതിൻ്റെ ഒരു വിശദീകരണമായിട്ട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തുണക്കട്ടെ. സൂറത്തുൽ അൻആമിൻ്റെ അവതരണം പൂർത്തിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് പറഞ്ഞു. സുബ്ഹാന റബ്ബിയൽ അലീം ഈ സൂറത്ത് അവതരണം കൊണ്ട് പൂർത്തിയാകുന്നതോട് കൂടിയിട്ട് സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നമ്മളും സൂറത്തുൽ അൻആം പൂർത്തിയാകുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അലീം, അതൊക്കെ അതിനോടുള്ള അദബുകളാണ്. അതുപോലെ വേറെ ഉദ്ധരണി പ്രകാരം സൂറത്തു അൻആം അവതരിപ്പിക്കുന്നതിനിടയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് പറയാറുണ്ടായിരുന്നു. ശരി.
ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഖുർആൻ പഠനവുമായി മുന്നോട്ട് പോകാനുള്ള മനസ്സ്, ഈമാനികമായ കരുത്തും ശേഷിയും ശക്തിയൊക്കെ നമുക്ക് തന്ന് ആദ്യം നമ്മളെ രക്ഷിക്കട്ടെ. ربنا هب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله.